Hello, welcome back to another video from Imaginations. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വണ്ടിയിൽ വെക്കാൻ വേണ്ടി മേടിച്ച ഡ്യുവൽ ലെൻസ് വെഹിക്കിൾ ബ്ലാക്ക് ബോക്സ് എന്നുള്ള സംഭവമാണ്. ആക്ച്വലി എൻ്റെ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പം അത് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പം തോട്ട് ഐ കാൻ ട്രൈ ദിസ്. അപ്പം ഈ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. So, let us start. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ വെഹിക്കിൾ ബ്ലാക്ക് ബോക്സ് DVR എന്ന് എഴുതിയിട്ടുണ്ട്. 1080p അതിന് പിക്സൽ റേറ്റ് പറയുന്നുണ്ട്. അപ്പം DVR എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ സ്പെക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള വീഡിയോ റെക്കോർഡർ, ഡിസ്പ്ലേ 4.5 ഇഞ്ച് ഡിസ്പ്ലേ, 170 ഡിഗ്രി വൈഡ് ആംഗിളാണ്, റിയർ വ്യൂ ഉണ്ട്, പിന്നെ ലൂപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, G സെൻസർ ഉണ്ട്. G സെൻസർ മീൻസ് നമ്മൾ വണ്ടി ആക്ച്വലി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഇൻ കേസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് റെക്കോർഡിങ്. വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ G സെൻസർ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ വോയിസ് റെക്കോർഡറും കൂടെ ഉണ്ട്. അപ്പം നമുക്കത് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, മേലൊരു ഫോം ഉണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് കീപ് ഇറ്റ് ഹിയർ. സോ ഇതാണ് നമ്മുടെ DVR, ബ്ലാക്ക് ബോക്സ് DVR. ഹാസോൺ എന്ന ബ്രാൻഡിൻ്റെ ആണ്. 4.5 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നമുക്ക് USB കണക്ടർ ഉണ്ട്, നമ്മുടെ ഒരു മൊബൈൽ ഹോൾഡർ പോലത്തെ അതിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു പോർട്ടും കൂടെ കാണുന്നുണ്ട്. പിന്നെ ബോക്സിൽ വരുന്നത് നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്, കാറിൻ്റെ പവർ കേബിൾ വരുന്നുണ്ട്, മിനി USB ആണ്, മൈക്രോ USB അല്ല, പവർ കണക്ടർ വരുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു റിവേഴ്സ് ക്യാം ഉണ്ട്. അപ്പം ആക്ച്വലി നമുക്ക് ടെക്നിക്കലി 2 ക്യാം ഉണ്ട്. ഒന്ന് ഫ്രണ്ട് സൈഡ് ക്യാപ്ചർ ചെയ്യണം, ഒന്ന് റിയർ സൈഡ് ക്യാപ്ചർ ചെയ്യണം. പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് മാനുവൽ ഉണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇംഗ്ലീഷിലാണുള്ളത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ 170 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്, 12 മെഗാ പിക്സൽ ക്യാമറ വിത്ത് ഫോക്കൽ പോയിന്റ് 1.8. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ പവർ കേബിള്, എനിക്കിവിടെ ഒരു പവർ പോർട്ടുണ്ട്. കേബിളൊക്കെ ഞാൻ പിന്നീട് നല്ല രീതിയിൽ കൊടുക്കാം. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പം നമുക്ക് നീറ്റായിട്ടൊന്ന് കൊടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എല്ലാം ഓപ്പണാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റിംഗ് പർപ്പസിന് ഇതിപ്പോൾ സാധനം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്യാമറയും അതേപോലെ തന്നെ ഈ കണക്ടിവിറ്റി ഒരുമിച്ച് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരും. അപ്പം ഞാൻ ഓൺ ചെയ്തപ്പം സ്ട്രെയിറ്റ് അവേ ഇത് ഓൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡിസ്പ്ലേ കുറച്ചൊന്ന് കറക്റ്റ് കാണുന്നുണ്ടെന്നറിയില്ല. ഇത് ഓൺ ചെയ്തിട്ട് ഇനി ഇവിടെ ഇപ്പോൾ കണക്ടിവിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു റിവേഴ്സ് ക്യാമറയുടെ ആണെന്ന്. അപ്പോൾ അത് വർക്കിംഗ് കൂടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്തോ. സോ ഞാൻ റിവേഴ്സ് ക്യാമറ ഒന്ന് അറ്റാച്ച് ചെയ്യട്ടെ. ഇത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തായാലും നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരേണ്ടി വരും. സോ ഞാൻ ആ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ ഞാനൊരു എക്സ്ട്രാ കണക്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ റിവേഴ്സ് ക്യാമറ. ആ സംഭവം കണ്ടോ. ഇനിയിപ്പോൾ വണ്ടിയുടെ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യണത്. സോ ഇത്രയുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ റെക്കോർഡർ വർക്ക് ചെയ്യാൻ. ഇനി ഇത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യണം. എനിക്ക് എന്തായാലും റിവേഴ്സ് ക്യാമറ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാരേജിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഞാൻ DVRൻ്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ആ ഇമേജിൽ നോക്കുമ്പോൾ നമുക്കൊരു ഇന്നർ സ്ക്വയറായിട്ട് കാണുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറയുടേതാണ്. മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറയുടെ ഡിസ്പ്ലേ ആണ് കാണുന്നത്. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഡെഫിനറ്റ്ലി.
അപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റിവേഴ്സ് ക്യാമറ എല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉള്ള റെക്കോർഡിംഗ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ തരിക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നവർ. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.